പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 5.5 മീറ്റർ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കാണ്. ഇതിന് ബോർഡർ വെക്കാൻ വേണ്ടി 9 മീറ്റർ ബ്ലൂ കളർ ലേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രീൻ കളർ ലേസിൻ്റെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ലേസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ ചെറിയൊരു പീസ് ക്ലോത്തിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു 70 സെൻറ്റിമീറ്ററോളം നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്യേണ്ട. അത് ഉള്ളിൽ വരുന്ന ഭാഗമാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലൊക്കെ ലേസ് വേണം. അതുപോലെ മുന്താണിയുടെ അടുത്തുനിന്ന് താഴത്തോട്ടേക്ക് ഒരു 2.5 മീറ്ററോളം അറ്റാച്ച് ചെയ്യുക. ബാക്കി ഭാഗമൊക്കെ ഉള്ളിൽ വരുന്ന ഭാഗമാണ്. അവിടെ ഒന്നും നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലാണ് ലേസ് വരേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിലും പുറത്തും വേറെ വേറെ കളറാണ് വരുന്നത്. ഉള്ളിൽ നീല, പുറത്തൊരു പച്ചയും നീലയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ 2 ബോർഡർ ഞാൻ ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ ആ ചെറിയ തുണിയിൽ കാണിച്ചില്ലേ, അതുപോലെ മെഷർമെൻറ്റ്സ് ഇതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉള്ളിൽ വരുന്ന ഒരു 70 സെൻറ്റിമീറ്ററോളം ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത്ര വരെ ഭാഗത്ത് നമുക്ക് ലേസ് വേണ്ട. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും, പിന്നെ ഈ മുന്താണിയിലും ഈ കാണിക്കുന്നതോടെയും, പിന്നെ ഇവിടുന്ന് മുന്താണിയുടെ അടുത്തുനിന്ന് താഴത്തോട്ടേക്കും ഒരു 2.5 മീറ്ററോളം നമ്മൾ മാർക്ക് ചെയ്തിട്ട് 2.5 മീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് വരെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലേസ് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ സ്റ്റാർട്ടിങ്ങിൽ ലേസിൻ്റെ അറ്റം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒരറ്റത്തേക്ക് കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ കോർണറിലെത്തുമ്പോൾ സൂചി ഇതുപോലെ ഒന്ന് കുത്തി നിർത്തണം. എന്നിട്ട് പ്രഷർ ഫുട്ട് മാത്രം പൊക്കുക. സൂചി അവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിക്കുക. തിരിച്ചിട്ട് വീണ്ടും നമുക്ക് ഒരു സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തങ്ങ് പോവാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ ഇതുപോലെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ചെയ്യുക. തിരിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് വരിക. കോർണറിലെത്തുമ്പോൾ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ബോർഡറും ലേസിൻ്റെ ബോർഡറും ഒരേപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. തിരിച്ച് വീണ്ടും നമ്മൾ ആ കോർണറിലെത്തുമ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ ഒരു ആംഗിളിൽ ഇതിങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ആ ആംഗിളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ കാണിക്കുന്ന പോലെ ഒന്ന് ഡയഗണലി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും വന്ന് സാധാരണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് റിട്ടേൺ വന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത കോർണർ വരുമ്പോഴും അതേപോലെ ചെയ്യണം.
ലേസ് വെച്ചിട്ട് ഞാൻ ആ സാരിക്ക് ബോർഡർ ചെയ്ത് കൊടുത്തു. ഇനി നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഗ്രീൻ ലേസില്ലേ, അതിനകത്തെ ഫ്ലവേഴ്സ് നമുക്ക് കുറച്ചെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ആ സാരിയുടെ ആ ചെസ്റ്റിൻ്റെ പോർഷനിലാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സാരി ഒന്ന് എടുത്ത് നോക്കിയിട്ട് ആ പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ഇതുപോലെ ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുന്താണിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചെറിയ ബീഡ്സും ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഫ്ലവേഴ്സായിട്ട് ഇതുപോലെ വെച്ചിട്ട് സെയിം കളറ് ത്രെഡ് വെച്ചിട്ടാണ് ഞാനിതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ആ മാർക്ക് ചെയ്തെടുത്ത് ഫുൾ ആ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയിൽ ആ ബീഡ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാരിയുടെ മുന്താണിയുടെ 2 കോർണറിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാരി ഉടുത്ത് കഴിയുമ്പോഴുള്ള ലുക്ക് എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ഞാൻ ആ ലേസും അതുപോലെ കുറച്ച് ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.